ഹോർമുസിൽ അമേരിക്കയുടെ ഉപരോധ യുദ്ധം തുടരുന്നതിനിടയിൽ അതിനെ കഴിയാവുന്ന രീതിയിലൊക്കെ ഇറാൻ ചെറുക്കുന്നതിനിടയിൽ ഒരു വശത്ത് രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് വേണ്ടിയുള്ള കളമൊരുക്കുന്നുണ്ട് പാകിസ്ഥാൻ. ഇന്നലെ ഇപ്പോൾ പാക് പ്രതിനിധി സംഘം തെഹ്റാനിലെത്തി ഇറാൻ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷം ഇറാനിൽ നിന്ന് കിട്ടിയ ആൻസറുമായി അവർ അമേരിക്കയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചയ്ക്ക് എല്ലാ അർത്ഥത്തിലും കളമൊരുങ്ങുന്നുണ്ടെന്ന് വെച്ചാൽ ട്രംപ് അതിന് സമ്മതം മൂളുകയും ചെയ്തിട്ടുണ്ട്. ഒരേസമയം ലബനനിലെ വെടിനിർത്തൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപാധിയായി ഇറാൻ മുന്നോട്ട് വെക്കുകയും അതിനും ട്രംപ് വഴങ്ങുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഇസ്രായേൽ ലബനൻ വിഷയം ചർച്ച ചെയ്യുന്നത് അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിനും കളമൊരുങ്ങുന്നു എന്ന വിവരങ്ങൾ കൂടിയാണ് വരുന്നത്. അതുകൊണ്ട് ഏറ്റവും ഒടുവിൽ 1.5 മാസം പിന്നിടുമ്പോൾ പശ്ചിമേഷ്യൻ യുദ്ധം എവിടെ എത്തി നിൽക്കുന്നു, അതിൻ്റെ വഴിത്തിരിവ് എങ്ങനെയാണെന്ന് കൂടി സംസാരിക്കുകയാണ്. ജിംസ്, ഏറ്റവും ഒടുവിലത്തെ സ്ഥിതിഗതികൾ പ്രതീക്ഷാവഹമായ ഒന്നാണ്. അപ്പോൾ ട്രംപ് പിൻവാങ്ങുകയാണോ, എങ്ങനെയാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾ കാണേണ്ടത്? ട്രംപ് പിൻവാങ്ങിയാണോ അല്ലോ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ട്രംപ് യുദ്ധം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അതിൻ്റെ മോട്ടീവാണ് ഏറ്റവും പ്രധാനം. അതിൻ്റെ മോട്ടീവ് ഒന്നുമല്ല നെതന്യാഹുവിൻ്റെ സമ്മർദ്ദം മാത്രമാണ് അതിൻ്റെ മോട്ടീവ്. വേറെ ഒരു തരത്തിലുള്ള ഗുണങ്ങളും അമേരിക്കയ്ക്കോ അമേരിക്കൻ ജനതയ്ക്കോ പ്രസിഡന്റ് ട്രംപിന് തന്നെയോ കൊണ്ട് നമുക്ക് കരുതാൻ ഇപ്പം ന്യായമില്ല. ഒന്ന്, അമേരിക്കയിൽ ഇപ്പോൾ ഇൻഫ്ലേഷനുണ്ട്. ഇപ്പോൾ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇൻഫ്ലേഷൻ ഒരു 0.5% വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് ഇതുവരെ ഇൻഫ്ലേഷൻ വർദ്ധിച്ചു വരുമായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ യുദ്ധം തുടങ്ങിയപ്പോൾ ഉണ്ടാകുന്ന ഇൻഫ്ലേഷൻ ജനങ്ങൾ അത്ര ബാധിക്കില്ല. ഇപ്പോൾ അമേരിക്കയിൽ നടന്നിട്ടുള്ള പ്രൊട്ടസ്റ്റുകൾ, ആ പ്രൊട്ടസ്റ്റുകൾ ഇപ്പോൾ നമ്മളിപ്പോൾ വിയറ്റ്നാം യുദ്ധകാലത്ത് ഉണ്ടായതുപോലൊരു പ്രൊട്ടസ്റ്റ് പാൻ അമേരിക്ക ലെവലിലാണ് ഉണ്ടായിട്ടില്ല. അമേരിക്ക എല്ലായിടത്തും ഉണ്ടാകുന്ന രീതിയിലോ അല്ലെങ്കിൽ പൊതുവെ ഗ്രാസ് റൂട്ടിൽ ജനങ്ങൾ മുഴുവൻ സംഘടിച്ച് യുദ്ധത്തിന് രംഗത്ത് വരുന്ന ഒരു പ്രൊട്ടസ്റ്റും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ തന്നെ അമേരിക്കൻ കോൺഗ്രസ്സിലുണ്ടായിട്ടുള്ളൊരു കാര്യം, ഈ യുദ്ധം കോൺഗ്രസിൻ്റെ അനുമതി കൂടി വേണം എന്ന ഒരു പ്രമേയം ഡെമോക്രാറ്റുകൾ കൊണ്ടുവന്നു. റിപ്പബ്ലിക്കൻ പാർട്ടി അതിനെ വോട്ട് ചെയ്ത് ഔട്ട് ചെയ്തു. അതായത് റിപ്പബ്ലിക്കൻ പാർട്ടി ട്രംപിനൊപ്പമാണ് യുദ്ധത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ജനകീയ സമ്മർദ്ദം ട്രംപിനെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നില്ല ഇപ്പോഴും. അതായത് ഇസ്രായേലിൻ്റെ ഗസ യുദ്ധത്തിൽ ഇസ്രായേലിനുള്ള അമേരിക്കൻ പിന്തുണയ്ക്കെതിരെ അമേരിക്കയിൽ ഉണ്ടായിട്ടുള്ള അത്ര പ്രൊട്ടസ്റ്റ് പോലും ഇപ്പോൾ ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. പ്രൊട്ടസ്റ്റ് ഉണ്ട്, പക്ഷേ ഈ യുദ്ധം നിർത്തണം, അടിയന്തരമായി നിർത്തണം എന്ന തരത്തിലുള്ളൊരു വലിയ ആൻറ്റി വാർ മൂവ്മെൻ്റ് ഒന്നും അമേരിക്കയിൽ ഉണ്ടായിട്ടില്ല ഇപ്പോഴും. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ട്രംപിന് അങ്ങനെ ഈ യുദ്ധത്തിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങളില്ല. പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? എക്കണോമിക് വാറാണ്. അതായത് ഹോർമോസ് കടലിൽ അടച്ചുകൂടി ഉണ്ടായിട്ടുള്ള സപ്ലൈ ചെയിൻ ബ്ലോക്ക്, പിന്നെ എനർജി ക്രൈസിസ്, ഇതൊരു റിയൽ ക്രൈസിസ് ആണ്. അമേരിക്കയിലും അതിൻ്റെ പ്രതിഫലനങ്ങളുണ്ട്. അവിടുത്തെ ഫ്യൂൽ പ്രൈസും കൂടുന്നുണ്ട്. അതാണ് ഇൻഫ്ലേഷൻ കാരണമാകുന്നത്. അങ്ങനെയുള്ള അതുപോലെ യൂറോപ്പ് വളരെ ബ്ലീഡ് ചെയ്യുന്നുണ്ട് ഈ കാര്യത്തിൽ. യൂറോപ്പാണ് ഏറ്റവും കൂടുതൽ ബ്ലീഡ് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അമേരിക്കയ്ക്ക് നേരിടുന്ന തിരിച്ചടി ഒന്ന് സാമ്പത്തിക രംഗത്താണ്, മറ്റൊന്ന് നയതന്ത്ര രംഗത്താണ്. ഇതുവരെ ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയുടെ കൂടെ എല്ലാ തോന്നിവാസത്തിനും കൂടെ വന്നിട്ടുള്ള നാറ്റോ അംഗരാജ്യങ്ങൾ ഞങ്ങൾ ഈ പരിപാടിക്കില്ല എന്ന് പറഞ്ഞ് കൈയിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ പോയി ചെയ്തോ, ഞങ്ങളില്ല. ഇത് അമേരിക്കയെ സംബന്ധിച്ചൊരു നാണക്കേട് എന്ന് മാത്രമല്ല, അവരെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന നിലപാടാണ് യൂറോപ്പിൻ്റേത്. ആ നിലപാടിൻ്റെ ഒരു ബഹിർസ്ഫുരണമാണ് നമ്മൾ പോപ്പിൻ്റെ വായിലൂടെ കേട്ടത്. കഴിഞ്ഞ ആഴ്ചകളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന അതാണ്. കാത്തലിക് യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള ഫൈറ്റാണ് പോപ്പിൻ്റെ വായിലൂടെ വരുന്നത്. ട്രംപ് ഈ ജീസസിൻ്റെ പടം പോസ്റ്റ് ചെയ്തുകൊണ്ട് യൂറോപ്പിനെ കളിയാക്കുന്നു. ഇത് വളരെ ഗുരുതരമാണ് അമേരിക്കയും യൂറോപ്പുമായുള്ള ബന്ധത്തെ സംബന്ധിച്ച്. ഒരുപക്ഷെ ട്രംപ് അധികാരമേറ്റ ശേഷം നാറ്റോയുമായിട്ടുള്ള ബന്ധത്തിൽ വലിയ തോതിൽ ഒലിച്ചിട്ടുണ്ടായിരുന്നു. യൂറോപ്പുമായിട്ട് തെറ്റിയിട്ടുണ്ട് പല കാര്യങ്ങളിലും, റഷ്യയുടെ കാര്യം ഉൾപ്പെടെ. ഇത് അമേരിക്കൻ ചരിത്രത്തിൽ തന്നെ യൂറോപ്പുമായിട്ടുള്ള ബന്ധം ഏറ്റവും കൂടുതൽ വലയുന്ന ഒരു ചരിത്ര സന്ദർഭം കൂടിയാണ്. ഇത് വളരെ നിർണായകമായൊരു കാര്യമാണ്. ഇനി യുദ്ധം തുടരുമോ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് പോയിന്റിലാണ് യുദ്ധം നിലയ്ക്കാത്തത്? യുദ്ധത്തിൻ്റെ ഒരു പോയിന്റ് ലെബനാനാണ്. കാരണം ഗസ യുദ്ധത്തിൽ അവർക്ക് വേണ്ടത്ര മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഇസ്രായേലിൻ്റെ സ്വയം തിരിച്ചറിവ്, അത് അമേരിക്ക തിരിച്ചറിവുണ്ട്. അവർക്കിത് എക്സ്പാൻഡ് ചെയ്തേ പറ്റൂ യുദ്ധം, ഗസ അല്ലെങ്കിൽ ലെബനാൻ. ഇന്ന് സദേൺ ലെബനാനിനെ നോർത്തേൺ ലെബനാനുമായി ബന്ധിപ്പിക്കുന്ന അവസാനത്തെ പാലം ഒരു ബോംബിട്ട് തകർത്തിട്ടുണ്ട് ഇസ്രായേൽ. അതായത് അവർ അധിനിവേശം തുടരുകയാണ്. ഒരു വശത്ത് വെസ്റ്റ് ബാങ്കിൽ അധിനിവേശം തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിപ്പോഴും വാർത്തയേ ആവാത്ത വിധം വളരെ സ്ലോലി അധിനിവേശം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഗസയെക്കുറിച്ച് ഇപ്പോൾ വാർത്തയില്ല. ലെബനാനിലേക്ക് അവർ അധിനിവേശം വ്യാപിപ്പിക്കുകയാണ്. വീണ്ടും ലെബനാനും ഇസ്രായേലും തമ്മിലുള്ള ടോക്ക് നടക്കുകയാണ്. ഹിസ്ബുള്ളയായിട്ടല്ല, ലെബനാൻ സർക്കാരുമായിട്ടുള്ള. അപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന ഹോർമുസ് കടലിലേക്ക് എല്ലാവരും തിരിഞ്ഞേക്കുമ്പോൾ ലെബനാനിൽ വേറെ യുദ്ധം, ഒരുപക്ഷെ കുറേ കൂടി രൂക്ഷമായ യുദ്ധം നടക്കുകയാണ്. ഇവിടെ ഒരു എക്കണോമിക് വാർഫെയർ ആണെങ്കിൽ അവിടെ ശരിക്കും നമ്മൾ ഗസയിൽ കണ്ടതുപോലെ സിവിലിയന്മാരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ട്രാജക്ടറി എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. യുദ്ധം നിൽക്കുമോ ഇല്ലേ എന്നുള്ളതല്ല. യുദ്ധം ഹോർമുസ് കടലിൽ നിന്നാലും യുദ്ധം ഇവിടെ തുടർന്നുകൊണ്ടിരിക്കും. ലെബനാൻ അതിർത്തിയും മറ്റും തുടർന്നുകൊണ്ടിരിക്കും എന്നാണ് പറയാനുള്ളത്. എങ്ങനെയാണ് യുദ്ധഗതി ഇപ്പോഴത്തെ ഒരു
ട്രംപ് ഏറെക്കുറെ പിൻവാങ്ങുന്ന മട്ട് കാണുന്നു. അപ്പോൾ യുദ്ധം അവസാനിച്ചു എന്ന് തോന്നൽ ഇപ്പോഴുണ്ടോ? പിൻവാങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഈ സീസ് ഫയർ എന്താണ്, വെടിനിർത്തലിന് ആധാരമായിട്ട് അമേരിക്ക വെച്ച ഡിമാൻഡ് എന്തായിരുന്നു? നമ്മൾ വെടിനിർത്തുകയാണ്, ഇറാൻ എന്ത് ചെയ്യണം, ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം അവസാനിപ്പിക്കണം, നിയന്ത്രണം അവസാനിപ്പിക്കണം. അങ്ങനെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു. ഇറാൻ അത് ചെയ്തോ? ഇറാൻ ചെയ്തിട്ടില്ലല്ലോ. ഇപ്പോഴും ഹോർമുസ് ആരുടെ നിയന്ത്രണത്തിലാണ്? ഇറാൻ്റെ നിയന്ത്രണത്തിലാണ്. അവരനുവദിക്കുന്ന കപ്പലുകൾ പോകുന്നു, അവർ തടയുന്ന കപ്പലുകൾ പോകുന്നില്ല. അനുവദിക്കുന്ന കപ്പലിന് തന്നെ അവർ വെച്ചിട്ടുള്ള ഫീ സ്ട്രക്ചർ ഉണ്ട്, അത് യുവാനിലടക്കണം, ഡോളറിലല്ല യുവാനിലടക്കണം. അങ്ങനെയൊക്കെയാണ്. എന്നുവെച്ചാൽ അവരുടെ നിയന്ത്രണത്തിൽ തന്നെയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഒരു ഇൻ്റർനാഷണൽ വാട്ടേഴ്സ് ആയിരുന്ന ഹോർമുസ് കടലിടുക്ക് ഇറാൻ്റെ ടെറിട്ടോറിയൽ വാട്ടേഴ്സായി മാറിക്കഴിഞ്ഞു. അപ്പോൾ യുദ്ധം നിർത്താനുള്ള ഫസ്റ്റ് ഡിമാൻഡായിട്ട് വെച്ചത് അവിടെയുള്ള ചോക്ക് പോയിൻ്റ്, അവിടെയുള്ള ഇറാൻ്റെ തടസ്സം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ അത് ഇറാൻ ചെയ്തിട്ടില്ല. പക്ഷേ എന്നിട്ടും സീസ് ഫയർ ഇംപ്ലിമെൻറ്റഡ് ആണ്, സീസ് ഫയർ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് അമേരിക്ക ചെയ്യുന്നത് എന്താണ്? ഇറാൻ നാവൽ ബ്ലോക്കേഡ് കൊണ്ടുവരിക, ഇറാനെതിരെ നാവിക ഉപരോധം, അങ്ങോട്ട് പോകുന്ന കപ്പലുകളും അവിടുന്ന് വരുന്ന കപ്പലുകളും തടയുക എന്നുള്ളതാണ്. അതിൽ ചൈന പറഞ്ഞു ആ പണി നടക്കില്ല കേട്ടോ എന്ന് ചൈന പറഞ്ഞു. ചൈനീസ് കപ്പലുകളൊക്കെ അതിൻ്റെ വഴിക്ക് പോകുന്നുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓയിൽ ബയർ ആരാണ്? ചൈനയാണ്. അതുകൊണ്ട് നാവിക ഉപരോധം ഏതെങ്കിലും നിലയ്ക്ക് ഇറാനെ ബാധിക്കുന്നൊരു കാര്യമേ അല്ല. അപ്പോൾ ചൈനയുമായിട്ടൊരു ഡയറക്റ്റ് കോൺഫ്രണ്ടേഷൻ അമേരിക്ക പോവുകയില്ല. അപ്പോൾ ഫലത്തിൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? ഇറാൻ്റെ കാര്യത്തിൽ വെടിനിർത്തലുണ്ട്. പക്ഷേ വെടിനിർത്തലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥയായിട്ട് അമേരിക്ക മുന്നോട്ട് വെച്ചുള്ള വ്യവസ്ഥ നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ല. ആ നിലയ്ക്ക് ഇളിമ്പിനെ നിൽക്കുകയാണ് ഈ പറയുന്ന ട്രംപ്. അതോടൊപ്പം പറഞ്ഞതുപോലെ ഈ യൂറോപ്പിൻ്റെ എൻ്റെ കൗതുകമായ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോർജിയ മെലാനിയ, ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ബഡ്ഡിയായിരുന്നു, ട്രംപിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വേറൊരു ട്രംപായിരുന്നത്. പക്ഷെ അവർ കഴിഞ്ഞ ദിവസം പറഞ്ഞതുണ്ട്, വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം കേട്ടോ എന്ന് പറഞ്ഞു ട്രംപിനോട്. വാക്കുകൾ ശ്രദ്ധിച്ച് ഒരു വലതുപക്ഷ പാർട്ടിയുടെ ആളാണ്. വലതുപക്ഷ പാർട്ടി. അവർ ഈ അമേരിക്കൻ ഫൈറ്റേഴ്സിന് റീഫ്യൂലിങ്ങിനുള്ള അനുമതി പോലും നിഷേധിച്ചു ഇറ്റാലിയൻ എയർപോർട്ടുകളിൽ, ബേസുകളിൽ. ഒരു നിലക്കും ഇതിൻ്റെ കൂടെ നിൽക്കുന്നില്ല. അപ്പുറത്ത് വേറെ പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ട്. വേറൊരു ബഡ്ഡി ഉണ്ട്, വിക്ടർ ഓർബാൻ എന്ന് പറഞ്ഞിട്ട്. 12 വർഷം, എത്ര വർഷം? ഹംഗറിയിൽ 12 വർഷം, 14 വർഷം പുള്ളിക്കാരനാണ് അവിടെ ഭരിക്കുന്നത്. അങ്ങേര് പോയി, ഭരണം തെറിച്ചു. വേറൊരു ചെറുപ്പക്കാരനാണ് അവിടെ അധികാരത്തിൽ വരുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു സഖ്യകക്ഷി അവർ വേറെ വഴി സ്വീകരിക്കുന്നു. മറ്റൊരാൾ ഇതേമാതിരി ഒരു അരവട്ടനാണ് ഈ ഓർബൻ എന്ന് പറയുന്ന കക്ഷി. അങ്ങേർക്ക് ഭരണം പോയി. ഇങ്ങനെയൊക്കെയുള്ള പല സംഗതികൾ ഇതിനിടയിൽ നടക്കുന്നുണ്ട്. യൂറോപ്പ് പറഞ്ഞതൊരു പതിവില്ലാത്ത വിധം ഈ അമേരിക്കൻ പ്രൊജക്റ്റിനെതിരായിട്ട് നിൽക്കുന്നു. ഞങ്ങൾ ഇതിൻ്റെ ഭാഗമല്ല എന്നവർ വളരെ പ്രത്യക്ഷത്തിൽ തന്നെ പറയുന്നു. അപ്പോൾ ഇങ്ങനെയെല്ലാം ഉണ്ടാക്കിയുള്ള സങ്കീർണതകളുണ്ട്. അപ്പോൾ ഇറാൻ എന്തുകൊണ്ടാണ് ഈ സീസ് ഫയർ അഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഈ ഹോർമുസ് തുറക്കുക, സമ്പൂർണ്ണമായി തുറക്കുക എന്ന് പറയുന്ന ഒന്നാമത്തെ ഇതിലെ നിബന്ധന ഇറാൻ അംഗീകരിക്കാതെ എന്തുകൊണ്ട്, നടപ്പിലാക്കാത്തതിൻ്റെ കാരണം എന്താണ്? ഇറാൻ പറയുന്നു ഞങ്ങളുടെ ഇനീഷ്യൽ പ്രപ്പോസലിൽ എന്തുണ്ട്, യുദ്ധം ഇവിടെ മാത്രമല്ല ലെബനനിലും നിർത്തണം എന്നുള്ളതാണ്. ട്രംപ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, അത് അനദർ സ്കീമിഷ് എന്നാണ് അദ്ദേഹം ഉപയോഗിച്ചത്, വേറെന്തോ ഒരു അടിപിടിയാണ് എന്നുള്ള നിലക്കാണ്. പക്ഷെ അത് അവസാനിപ്പിക്കാതെ ഇത് അവസാനിപ്പിക്കില്ല എന്നുള്ളതാണ് ഇറാൻ വെച്ചിരിക്കുന്നത്. ലെബനൻ്റെ കാര്യത്തിൽ നോക്കൂ, ലെബനന് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. അതൊരു ദുർബല രാജ്യമാണ്. 50 ലക്ഷം ജനസംഖ്യയുള്ള ഒരു കുഞ്ഞു രാജ്യം. അപ്പോൾ അവിടുത്തെ ഒരു മിലീഷ്യയായിട്ട്, അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ടാണ് ഇസ്രായേൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയും ഞങ്ങൾക്ക് കയറി മേയാമെന്നും ഇഷ്ടംപോലെ ആളുകളെ കൊല്ലാമെന്നും ഇസ്രായേൽ വിചാരിക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ അതിനെ ഒരു ഇൻ്റർനാഷണൽ ഡിപ്ലോമസിയുടെ കേന്ദ്രസ്ഥാനത്തേക്ക് ഇറാൻ കൊണ്ടുവന്നു. ലെബനനെക്കുറിച്ച് സംസാരിക്കാതെ, ലെബനൻ പരിഹരിക്കാതെ നമുക്കിത് പരിഹരിക്കാൻ പറ്റില്ല എന്ന നിലപാടെടുത്തു. നോക്കൂ, ഇപ്പോൾ ഇസ്രായേൽ ലെബനൻ ചർച്ച നടക്കാൻ പോവുകയാണ്. അപ്പോൾ അത്ഭുതമാണത്. ഈ ലെബനൻ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് മൂക്കിൽ വലിച്ചു കയറ്റാൻ ഒരു മൂക്കിൽ പൊടി മാത്രമാണ്. പക്ഷെ അവരുമായിട്ട് ചർച്ച നടത്താം എന്ന് ഇസ്രായേൽ സമ്മതിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡൈനാമിക്സ് വേറെ നിലക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ദുർബലമായ, രാഷ്ട്രീയമായി നയതന്ത്രപരമായി ദുർബലമായ ഒരു അമേരിക്കയാണ് നമ്മൾ കാണുന്നത്. സൈനികമായ അവരുടെ ശേഷി ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. എഗൻ നമ്മൾ എല്ലാ ദിവസവും പറഞ്ഞ കാര്യം തന്നെ, സൈനികമായ ശേഷി കൊണ്ട് മാത്രം ഒരു ഇൻ്റർനാഷണൽ ഓർഡർ തീരുമാനിച്ച് കളയാം, അത് നിശ്ചയിച്ച് കളയാം എന്ന് വിചാരിക്കുന്നവർ പാഠം പഠിക്കേണ്ട സന്ദർഭമായിരുന്നു ഗസ. പഠിച്ചില്ല. അവർക്ക് വീണ്ടും പഠിക്കാനുള്ള വലിയൊരു പാഠമാണ് ഇറാൻ എന്ന് പറയുന്നത്.